കോട്ടയം നഗരത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ വിശാലതയിൽ ഒരുക്കിയ ഈ വെൺകൂടാരങ്ങളിലേക്ക് വിരുന്നെത്തുകയായി കേരളത്തിൻ്റെ കൗമാര സ്വപ്നങ്ങൾ, നാളെയുടെ പ്രതീക്ഷകൾ. നവംബർ 20 രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ NSK ഉമേഷ് IAS കൊടിയുയർത്തിയതോടെ ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം 2025 ശുഭാരംഭം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയുടെയും പ്രഥമ ഇന്റർനാഷണൽ കരിയർ കോൺക്ലേവിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ K. വാസുകി IAS നിർവഹിച്ചു. കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും വളരെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ യുണീക്ക് കഴിവുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് എങ്ങനെ ഈ സമൂഹത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് ആലോചിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ NSK ഉമേഷ് IAS അധ്യക്ഷനായിരുന്നു. ഈ 16-17 പ്രായത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ലൈഫ് തീരുമാനിക്കുന്നത്. 18 പ്രായമായപ്പോൾ, കോളേജ് സെക്കൻഡ് ഇയർ ആയപ്പോൾ IAS പഠിക്കണം എന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ ഞാൻ കോട്ടയത്ത് നവംബർ 20, 2025 നിങ്ങൾ മുന്നേ നിൽക്കുന്നത്. സോ ഈ ഏജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏജാണ്. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു യൂസ് ദിസ് പ്ലാറ്റ്ഫോം. ഹയർ സെക്കൻഡറി അക്കാഡമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S. ഷാജിദ സ്വാഗതം ആശംസിച്ചു. CGAC സ്റ്റേറ്റ് കോഓർഡിനേറ്റർ ഡോക്ടർ CM അസീം പദ്ധതി വിശദീകരണം നിർവഹിച്ച ചടങ്ങിൽ SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ്, SIAT ഡയറക്ടർ ശ്രീ B. അബുരാജ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു. സൗഹൃദ ക്ലബിന് കീഴിൽ ആവിഷ്കരിച്ച പവർ ബ്രിഗേഡ് പദ്ധതി ദിശയുടെ വേദിയിൽ ഡോക്ടർ K. വാസുകി ഉദ്ഘാടനം ചെയ്തു. ആഗോള കരിയർ സാധ്യതകൾ ചർച്ച ചെയ്യാനുള്ള വേദിയൊരുക്കിയ ഇന്റർനാഷണൽ കരിയർ കോൺക്ലേവ് ആയിരുന്നു ഇത്തവണത്തെ ദിശയുടെ സവിശേഷത. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു ബൃഹത്തായ കരിയർ കോൺക്ലേവ് ദിശയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. 5 ദിവസങ്ങളിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖരും വിദ്യാർത്ഥികളും കോൺക്ലേവിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. രാജ്യത്തെ പ്രമുഖരായ വിദഗ്ധർ നയിച്ച സെമിനാറുകൾ, ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം, വ്യക്തിഗത കരിയർ കൗൺസിലിംഗ്, അഭിരുചി നിർണയ പരീക്ഷകൾ, കരിയർ കോൺക്ലേവ് തുടങ്ങി അറിവിൻ്റെയും അനുഭവങ്ങളുടെയും മഹാസമ്മേളനമായി മാറിയ ദിശ 2025 നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ ഒഴുകിയെത്തി. നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവി, ഒത്തിരി റോഡ്സാണുള്ളത്. നമ്മുടെ കുട്ടി മുന്നേ നിൽക്കുന്നത് ഒരുപാട് റോഡ്സാണുള്ളത്. കുട്ടികൾക്ക് ഭാവിയെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെ വിങ്സ് ടു ദെയർ ഡ്രീംസ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയിൽ ഇതിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സെമിനാർ ഹാളിൽ ഡോക്ടർ K. വാസുകി കുട്ടികളുമായി നടത്തിയ സംവാദത്തോടെ സെഷനുകൾക്ക് തുടക്കമായി. തുടർന്ന് കുട്ടികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പകർന്നുകൊണ്ട് സാഹിത്യം, ഫോട്ടോഗ്രാഫി, ഡിസൈൻ, മീഡിയ, പ്രതിരോധ രംഗം, ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ, ഇന്നൊവേഷൻ, വിദേശ പഠനം, 21ാം നൂറ്റാണ്ടിൻ്റെ നൈപുണികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സിവിൽ സർവീസ്, സ്പോർട്സ്, സിനിമ തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലെ വിദഗ്ധർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ തങ്ങളുടെ സംശയങ്ങളും ഹൃദയത്തിലുള്ള ചിന്തകളും എല്ലാം സെമിനാറുകൾ നയിച്ച വിദഗ്ധരുമായി മടികൂടാതെ പങ്കുവച്ചു. തുടക്കം മുതൽ അവസാനം വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഇതിൻ്റെ പിന്നിൽ വളരെ ദിവസങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെന്യൂ, അതോടൊപ്പം ഇത്രയും വിദ്യാർത്ഥികളെ സജ്ജരാക്കാനും തയ്യാറായത്. എല്ലാവരെയും ഒറ്റവാക്കിലല്ല, ഹൃദയപൂർവ്വം ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള കരിയർ ഗൈഡുകളായ അധ്യാപകർക്കു വേണ്ടി വിദഗ്ധർ നയിച്ച പ്രത്യേക സെമിനാറുകളും ഏറെ ശ്രദ്ധേയമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്
ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയെ കാണുന്നത്. മാസങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഇത്തരം ഒരു ദിശ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അധ്യാപക സുഹൃത്തുക്കൾ, അതോടൊപ്പം ലാബ് അസിസ്റ്റൻറ്റുമാർ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും എത്രയോ ദിനരാത്രങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദിശയുടെ ആദ്യ ദിവസം മുതൽ തന്നെ കരിയർ കോൺക്ലേവ് വേദിയിൽ നമ്മുടെ കുട്ടികൾ ഊർജ്ജസ്വലമായി അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ചാറ്റ് ബോർഡ്സ്, ഹെൽത്ത് കെയർ, കൃഷി, അങ്ങനെ വിഷയങ്ങളുടെ ധാരാളിത്തവും അവതരണത്തിൻ്റെ മേന്മയും കൊണ്ട് നിറഞ്ഞ സദസ്സിനെയും മോഡറേറ്റർമാരെയും അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു കുട്ടികൾ. These are not just social skills. These are soft skills, also known as super skills. And she's tying her hair in a cute ponytail and she's wearing her favorite heels. And ESP32 Edge AI Privacy by Design. ESP32 എന്ന് പറയുന്നത് ഒരു IoT based ഹാർഡ്വെയർ സിസ്റ്റം ആണ്. Family is the base of every institution, and as the family thrive, it contributes positively to the society. The innovative content development can make a huge progress in the economic development. എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ കരിയർ ആയിരുന്നു. താങ്ക് യു. ഇവിടെ ദിശയിൽ എനിക്കൊരു പേപ്പർ പ്രസൻറ്റേഷൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൺ ദ ടോപ്പിക് എമർജിംഗ് ട്രെൻഡ്സ് ഓഫ് കരിയർ. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. വളരെ സന്തോഷം, നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു. പതിവ് പോലെ മികച്ച സംഘാടനം ഇത്തവണയും ദിശയുടെ മഹത്തായ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചു. ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ മുതൽ ആദ്യാവസാനം ഓരോ വിഭാഗത്തിലെയും അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ സമർപ്പണവും കഠിനാധ്വാനവും ദിശയെ ഉന്നത നിലവാരത്തിലെത്തിച്ചു. ദിശ ഇവർക്കെല്ലാം ഒരു വികാരമാണ്. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റും അതുവഴി അവർക്ക് ലഭിക്കേണ്ട ജോലി സാധ്യതകളെക്കുറിച്ചുമുള്ള ഒരു നല്ല അവയർനെസ് പ്രോഗ്രാമായി ഇത് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അനുഭവമാണ്. ഇത്തരത്തിലുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ എത്ര ആഴത്തിലാണ് തങ്ങളെ ഏൽപ്പിച്ച വിഷയത്തെ അവർ സമീപിച്ചിരിക്കുന്നത്, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ അത് അവതരിപ്പിക്കുന്നത്. അവരുടെ ഗവേഷണ ശേഷി, വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷി, ഭാഷാ പ്രാവീണ്യം, ഇതെല്ലാം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. വളരെ മികച്ച രീതിയിലാണ് ഈ വർഷവും ദിശ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ദിശയുടെ സംഘാടകർക്ക് അഭിമാനിക്കാം. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ദിശയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തിയത്. ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രീ ഓറിയന്റേഷൻ സെഷനിലാണ് കുട്ടികൾ ആദ്യം പങ്കെടുക്കുന്നത്. തുടർന്ന് തങ്ങൾക്ക് താൽപ്പര്യമുള്ള സെഷനുകളിലേക്കും സ്റ്റാളുകളിലേക്കും അവർ നീങ്ങുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കും താൽപ്പര്യങ്ങൾക്കുമനുസരിച്ച് ഡിപ്ലോമ മുതൽ PhD വരെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വഴികാട്ടിയ 90ഓളം സ്റ്റാളുകളാണ് കരിയർ എക്സ്പോയിൽ ഒരുക്കിയിരുന്നത്. എല്ലാ ദിവസവും സ്റ്റാളുകൾ സന്ദർശിക്കാൻ വിദ്യാർത്ഥി സംഘങ്ങളുടെ തിരക്കായിരുന്നു. ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളെയും എല്ലാം പരിചയപ്പെടാൻ കരിയർ എക്സ്പോ കുട്ടികൾക്ക് അവസരമൊരുക്കി. നന്നായി സജ്ജീകരിച്ച സ്റ്റാളുകളിലെ വോളണ്ടിയർമാർ കുട്ടികൾക്ക് വേണ്ട വിവരങ്ങൾ സന്തോഷപൂർവ്വം പകർന്നു നൽകി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തിയ ദിശയിൽ അവർക്കായി 5 സ്റ്റാളുകൾ പ്രത്യേകം ഒരുക്കിയിരുന്നു. KDAT ഒരുക്കിയ വിപുലമായ സ്റ്റാൾ ഇത്തവണയും 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തി. എനിക്ക്
താല്പര്യം ഫാഷൻ ഡിസൈനിങ്ങിലാണ്. അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നമ്മൾ കോഴ്സസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നതുപോലെ ചെയ്യണം. പിന്നെ ദിശയുടെ ബന്ധപ്പെട്ട് കരിയർ ഗൈഡൻസിൻ്റെ വെബ്സൈറ്റുകളും കാര്യങ്ങളും നമുക്ക് കോഴ്സസ് സെലക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന സർക്കാരിൻ്റെ വെബ്സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടാൻ പറ്റി. നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഈ BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഡോക്ടറേറ്റ് അതിലൊക്കെ ഉപരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി. കുറേ ഫീൽഡുകളെ പറ്റി അവർ പറഞ്ഞു തന്നു. താങ്ക് യു ദിശ കരിയർ എക്സ്പോ. ആദ്യമായി ദിശ സന്ദർശിക്കാൻ അവസരം ലഭിച്ച കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിലുള്ള മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലെ കുട്ടികൾക്ക് ദിശയുടെ സംഘാടകർ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ദിശയിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം കിട്ടിയത്. കുട്ടികൾക്ക് അവരവരുടെ കരിയറിനെ സെറ്റ് ചെയ്യുന്നതിന് അവയെ മനസ്സിലാക്കുന്നതിനുള്ളൊരു അവസരമായിട്ട് ഞങ്ങളെ കരുതുന്നു. സാധാരണഗതിയിൽ ഇത്തരം കുട്ടികളെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവാറില്ല. ശരിക്കും ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ അവസരമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും. ദിശ പുരോഗമിക്കവേ മഴമേഘങ്ങൾ അല്പം വാശിയോടെ തന്നെ വീണ്ടും അക്ഷരനഗരിക്കുമേൽ പറന്നിറങ്ങി. കൂടാരങ്ങൾക്കുമേൽ പെയ്തിറങ്ങിയും മൈതാനമാകെ കുതിർത്തും നൃത്തമാടിയ മഴയുടെ കുസൃതിത്തരങ്ങളൊന്നും പക്ഷേ കുട്ടികളുടെ മുന്നിൽ വിലപ്പോയില്ല എന്നു മാത്രം. ഞങ്ങളിതെത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ വേദികൾ തോറും പാറി നടന്ന കൗമാരങ്ങൾക്ക് മഴയും മറ്റൊരു കൗതുകം. സെഷനുകളുടെ ലൈവ് സ്ട്രീമിംഗ് ക്രമീകരിച്ചിരുന്നത് നേരിട്ട് എക്സ്പോ സന്ദർശിക്കാൻ സാധിക്കാത്തവർക്കും ഏറെ പ്രയോജനം ചെയ്തു. കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ ലൈവായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും സദസ്സിനും മോഡറേറ്റർമാർക്കും അവരുമായി തത്സമയം സംവദിക്കാനുമുള്ള മികച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ഇത്തവണത്തെ ദിശയുടെ സവിശേഷതയായിരുന്നു. എക്സ്പോയിൽ ഉടനീളം ഹരിതചട്ടം പാലിക്കാൻ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി. സേവന സജ്ജരായി നിലകൊണ്ട പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ, സുസജ്ജമായ ഫസ്റ്റ് എയ്ഡ് സംവിധാനം, സ്നേഹപൂർവ്വം അതിഥികൾക്ക് രുചികരമായ ഭക്ഷണം വിളമ്പിയ ഡൈനിങ് ഹാൾ തുടങ്ങിയവയെല്ലാം ദിശയുടെ സുഗമമായ പ്രവർത്തനത്തിന് പിൻബലമേകി. ദിശയുടെ 5ാം ദിവസം സിവിൽ സർവീസിന്റെ സാധ്യതകളെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ NSK ഉമേഷ് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ കോൺസെപ്റ്റിൽ ഓൺലൈനിൽ കൂടുതൽ ജോബ് ഫെസിലിറ്റീസ് ഉണ്ടെന്നും അതിന് കുറേ ഹയർ സ്റ്റഡീസ് പറ്റുമെന്നും കേരളത്തിൽ മാത്രം തന്നെ കുറേ നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജുകളുണ്ടെന്നും ഫീസ് കുറവുള്ളതായിട്ടും ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തന്നു. എനിക്ക് നല്ലൊരു ദിശാബോധം തന്നു. സോ താങ്ക് യു. ഓവറോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കരിയർ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാനും അതിലേക്ക് എങ്ങനെ നമുക്ക് എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. വളരെ നല്ലതായിരുന്നു. ഞാൻ ഒരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എന്ത് ഡിഗ്രി എടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഈ ദിശയുടെ പ്രോഗ്രാമിന് വന്നതിന് ശേഷം അവിടുത്തെ ചേച്ചിമാരും സാറും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് കോഴ്സാണ് എടുക്കേണ്ടതെന്നും എങ്ങനെ എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാമെന്നും പറഞ്ഞു തന്നു. എനിക്ക് ഒരു പ്രോഗ്രാം ഒത്തിരി ഉപകാരപ്പെട്ടു. സമാപന ദിവസമായപ്പോഴേക്കും ഗ്രീൻ എനർജിയുടെ സാധ്യതകൾ മുതൽ സ്വന്തമായി വികസിപ്പിച്ച വോട്ടിംഗ് മെഷീൻ വരെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കരിയർ കോൺക്ലേവിനെ വിദ്യാർത്ഥികൾ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിരുന്നു. ദിശയിൽ പങ്കെടുത്ത മുഴുവൻ സ്റ്റാളുകൾക്കുമുള്ള ട്രോഫികൾ ശ്രീ NSK ഉമേഷ് വിതരണം ചെയ്തു. ദിശ 2025 സമാപന സമ്മേളനം നവംബർ 24 ശ്രീ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ S. ഷാജിദ അധ്യക്ഷയായിരുന്നു. SIET ഡയറക്ടർ ശ്രീ B. അബുരാജ്, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഡയറക്ടർ ശ്രീ P. പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതെ, ഓരോ വർഷവും ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ദിശ. മാറുന്ന ലോകത്ത് ആത്മവിശ്വാസത്തോടെ ഭാവി ആസൂത്രണം ചെയ്യുവാനും കരിയർ തിരഞ്ഞെടുക്കുവാനുമുള്ള ദിശാബോധം വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട്
നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പൊൻതിളക്കം പകർന്നുകൊണ്ട് ദിശ 2025 കൊടിയിറങ്ങുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനിയുമേറെ പുതുമകളോടെ എത്തുന്ന അടുത്ത വർഷത്തെ ദിശയ്ക്കായി.